ഗബ്രി ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിരിക്കുന്നു. ഗബ്രിയും ജാസ്മിനുമായിരുന്നു അവസാനം വന്നു നിന്ന രണ്ട് മത്സരാർത്ഥികൾ. സത്യത്തിൽ അതിൽ ഗബ്രിക്ക് മാത്രമാണോ പുറത്തു പോകാനായിട്ട് യോഗ്യതയുള്ളത്? ഞാൻ നോക്കുമ്പോൾ ഗബ്രിയും ജാസ്മിനും ഒരേ തെറ്റ് ചെയ്തവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഗബ്രി മാത്രം ശിക്ഷിക്കപ്പെട്ടത്, ജാസ്മിൻ രക്ഷിച്ചത്? അല്ലെങ്കിൽ ജാസ്മിനെ അവിടെ സേവ് ആയത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടായിരിക്കാം ജാസ്മിൻ അവിടെ നിന്നിട്ട് ഗബ്രി പുറത്തു പോകാനുള്ള റീസൺ? എനിക്ക് തോന്നുന്നു അവിടെ ജാസ്മിനും ഗബ്രിയും എന്നുള്ള രണ്ട് വ്യക്തികളെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗബ്രിയുടെ പേരായിരിക്കും പറയുക. അവിടെ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചത്, ജാസ്മിനേക്കാൾ നന്നായി ഗെയിം കളിച്ചത് ഗബ്രിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഗബ്രിയുടെയും ജാസ്മിന്റെയും ഒരു ആക്ട് അല്ലെങ്കിൽ അവർ കാണിച്ചു കൂട്ടിയിരുന്ന കുറച്ച് കോപ്രായങ്ങൾ പ്രേക്ഷകർക്ക് വെറുപ്പുളവാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗബ്രിക്ക് പുറത്തു പോകേണ്ടി വന്നതും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ രണ്ടുപേരും ചെയ്ത സെയിം ആക്ട് കൊണ്ട് അതിൽ ഒരാൾ മാത്രം പുറത്തുപോയി, ഒരാൾ അവിടെ നിന്നു. അവിടെയാണ് എനിക്ക് സംശയം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ ജാസ്മിനെ ആരും കുറ്റം പറയുന്നില്ല, അവിടെ ഗബ്രിയെ മാത്രം പുറത്താക്കി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു അവിടെ ഗബ്രിക്ക് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണ് ഗബ്രി. സോഷ്യൽ മീഡിയയിൽ അത്ര ഫാൻ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ്. ഇവിടെ നിന്നുകൊണ്ട് ജാസ്മിനുമായിട്ടുള്ള ആ ഒരു ആക്ട് നടക്കുന്ന സമയത്ത് ജാസ്മിനെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് ഗബ്രിയാണ് എന്നൊരു ധാരണ, ഗബ്രിയാണ് കൂടുതൽ കുറ്റക്കാരൻ എന്നുള്ളൊരു ധാരണ അവിടെ ഉണ്ടായി. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഗബ്രിക്ക് അവിടെ വോട്ട് കുറഞ്ഞത്. പിന്നെ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം മില്യൺ ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ആ ഫോളോവേഴ്സിൽ കുറച്ചു പേരെങ്കിലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അത് തന്നെ ആയിരിക്കണം ജാസ്മിനെ അവിടെ പിടിച്ചു നിർത്തിയ ഒരു ഘടകം എന്ന് പറയുന്നത്. ജാസ്മിനും ഗബ്രിക്കും വലിയ വോട്ടിന്റെ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ജാസ്മിനേക്കാളും കുറച്ച് വോട്ടിന്റെ കുറവ് തന്നെയാണ് അവിടെ ഗബ്രിക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളൂ. എന്ന് വെച്ചാൽ ജാസ്മിൻ അതിനെ മാത്രം വോട്ട് നേടിക്കൊണ്ട് അവിടെയുള്ള ബാക്കി നിന്ന നോമിനേഷനിൽ വന്ന എല്ലാ മത്സരാർത്ഥികളെക്കാളും അവിടെ ജാസ്മിൻ മുന്നിൽ വോട്ട് വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും സെയിം തെറ്റ് ചെയ്തിട്ട് ജാസ്മിൻ അവിടെ സംരക്ഷിക്കപ്പെട്ടത് ജാസ്മിൻ അത്രയും ഫോളോവേഴ്സും സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവായ ഒരു വ്യക്തി ആയതുകൊണ്ടും ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗബ്രിയേക്കാൾ മുന്നേ ജാസ്മിനെ പുറത്തു പോകേണ്ടി വന്നതിന്. തീർച്ചയായും രണ്ടുപേർ സെയിം തെറ്റ് ചെയ്തിട്ട് അതിൽ ഒരാൾ മാത്രം പുറത്തു പോകേണ്ട അവസ്ഥയാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്.